നമസ്കാരം. 6-7 മാസങ്ങൾക്ക് മുൻപ് ഓയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ അനുപമയ്ക്കും കോടതിയോട് പറയാനുണ്ടായിരുന്നത്, ഞാൻ സമർത്ഥയായ ഒരു പെൺകുട്ടിയാണ്, എനിക്ക് നിയമപഠനം നടത്തണം, അതുകൊണ്ട് എന്നെ ജാമ്യത്തിൽ വിടണം. അനുപമയെ ജാമ്യത്തിൽ വിട്ടു കോടതി. ബംഗളൂരുവിൽ നിയമപഠനത്തിന് പോകുന്നു എന്നൊക്കെയാണ് അന്ന് പറഞ്ഞു കേട്ടത്. 10-20 വയസ്സുള്ളപ്പോൾ തന്നെ മാതാപിതാക്കളോടൊപ്പം ചേർന്ന് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഇവളൊക്കെ നിയമം പഠിച്ചിട്ട് എന്തു ചെയ്യാനാണ് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. കുപ്രസിദ്ധരായ പല കള്ളന്മാരും കോടതികളിൽ സ്വയം വാദിച്ച് കേസ് ജയിക്കുന്നവരാണ്. അങ്ങനെ നോക്കുമ്പോൾ ഭാവിയിൽ അനുപമയ്ക്ക് നിയമപഠനം ഉപകാരപ്പെടും. ഇന്ന് നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിലും സമാനമായ സംഭവം അരങ്ങേറി. പാറശാലയിലെ ഷാരോൺ വധക്കേസിലെ വാദപ്രതിവാദങ്ങൾ നടക്കുന്നതിനിടയിൽ പ്രതിയായ കഷായം ഗ്രീഷ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചിരുന്നു. മറുപടിയായി ഗ്രീഷ്മ കോടതിയിൽ നൽകിയത് ഒരു കത്താണ്. തനിക്ക് തുടർന്ന് പഠിക്കണമെന്നും ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ടെന്നും 24 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നും അച്ഛനമ്മമാർക്ക് ഏകമകളാണെന്നും MA പാസ്സായത് ഡിസ്റ്റിങ്ഷനോടെയാണെന്നും ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് തനിക്ക് ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണമെന്നുമാണ് ഗ്രീഷ്മ കത്തിലൂടെ കോടതിയെ അറിയിച്ചത്. കത്തിനോടൊപ്പം തൻ്റെ ബിരുദ സർട്ടിഫിക്കറ്റുകളും ഗ്രീഷ്മ കോടതിയിൽ ഹാജരാക്കി. എന്നാൽ ഗ്രീഷ്മയ്ക്ക് ചെകുത്താൻ്റെ സ്വഭാവമാണെന്നും ഷാരോൺ അനുഭവിച്ച വേദന ഡോക്ടർമാരുടെ മൊഴിയിലുണ്ടെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിത്. അതുകൊണ്ട് തന്നെ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണം. ഒരു ചെറുപ്പക്കാരൻ്റെ സ്നേഹത്തെയാണ് ഗ്രീഷ്മ കൊലപ്പെടുത്തിയത്. സ്നേഹം നടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപാതകം നടത്തുകയായിരുന്നു. ഗ്രീഷ്മയ്ക്ക് ചെകുത്താൻ്റെ സ്വഭാവമാണ്. ക്രൂരനായ ഒരു കുറ്റവാളിക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു കുറ്റം ചെയ്യാൻ കഴിയുകയുള്ളൂ. കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൃത്യം നടപ്പിലാക്കിയത്. അതിനായി പരിശോധനകൾ നടത്തി. മുൻകൂട്ടി നിശ്ചയിച്ച കൊലപാതകമാണിത്, അവിചാരിതമല്ല. വിദ്യാസമ്പന്നയായ യുവതി വിവരങ്ങളെ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്തത്. ഷാരോണിനും സ്വപ്നങ്ങളുണ്ടായിരുന്നു. കുറേ സ്വപ്നങ്ങളാണ് ഗ്രീഷ്മ തകർത്തത്. പ്രതിക്ക് മനസ്താപമുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ പ്രതി ഒരു ദയയും അർഹിക്കുന്നില്ല. ഇങ്ങനെയായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ പ്രതിഭാഗത്തിന്റെ വാദം മറ്റൊന്നായിരുന്നു. ഷാരോണിന് സാമൂഹ്യ വിരുദ്ധ പശ്ചാത്തലമുണ്ടായിരുന്നു. ഷാരോൺ ഗ്രീഷ്മയെ നിരന്തരം പീഡിപ്പിക്കാറുണ്ടായിരുന്നു. ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ഗ്രീഷ്മ പലതവണ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഷാരോൺ സമ്മതിച്ചില്ല. ഇങ്ങനെയായിരുന്നു ഗ്രീഷ്മയുടെ ഭാഗത്തിൻ്റെ വാദം. ഒരു കാര്യം വാസ്തവമാണ്, ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ഷാരോൺ തയ്യാറായിരുന്നില്ല എന്നുള്ള കാര്യം. അന്വേഷണ ഉദ്യോഗസ്ഥൻ പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ഇതൊരു പ്രണയ പകയല്ല, പ്രണയത്തിനെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ്. സ്വന്തം മകളെയും അമ്മായിയമ്മയെയും കൊലപ്പെടുത്താൻ കാമുകന് കൂട്ടുനിന്ന ആറ്റിങ്ങലിലെ അനുശാന്തി. അതിവിദഗ്ധമായി കാമുകന് കീടനാശിനി കഷായത്തിൽ കലക്കിക്കൊടുത്ത് കൊലപ്പെടുത്തിയ ഗ്രീഷ്മ. കാമുകനോടൊപ്പം ജീവിക്കാൻ സ്വന്തം അച്ഛനമ്മമാരെയും മക്കളെയും ഭക്ഷണത്തിൽ എലിവിഷം നൽകി കൊലപ്പെടുത്തി ഒടുവിൽ ജയിലിലെ മരത്തിൽ കെട്ടിത്തൂങ്ങി മരിച്ച ധർമ്മടത്തെ സൗമ്യ. ഒരു പിഞ്ചുകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ തക്ക വിധത്തിലുള്ള കഠിന ഹൃദയരായ ഓയൂരിലെ അനിതകുമാരിയും മകൾ അനുപമയും. പിഞ്ചുകുഞ്ഞടക്കം ഒരു കുടുംബത്തിലെ 6 പേരെ കൊലപ്പെടുത്തിയ കൂടത്തായിയിലെ ജോളി. 2 സ്ത്രീകളെ മൃഗീയമായി കൊലപ്പെടുത്തി അവരുടെ മാംസഭാഗങ്ങൾ പാചകം ചെയ്തു കഴിച്ച ഇലന്തൂരിലെ ലൈല. കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിലായാലും ക്രൂരതയുടെ കാര്യത്തിലായാലും സ്ത്രീകളുടെ തട്ട് താണു തന്നെ ഇരിക്കും. എന്തായാലും ഗ്രീഷ്മയ്ക്കുള്ള ശിക്ഷാവിധി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കുമോ എന്നും പരമാവധി ശിക്ഷ നൽകുമോ എന്നുമാണ് കേരളം ഉറ്റുനോക്കുന്നത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.